നമ്മൾ ഈ സ്ക്രിപ്റ്റ് വെച്ചിട്ട് വിൻഡോസ് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴേ അതിൻ്റെ പുറകിൽ വലിയൊരു ചതിയുണ്ട്. നിങ്ങളിപ്പോൾ ഒരു കീ വെച്ചിട്ടാണ് ജസ്റ്റ് ഒരു കീ നിങ്ങൾക്ക് കിട്ടി വിൻഡോസിൻ്റെ ആക്ടിവേഷൻ്റെ. ആ കീ വെച്ചിട്ട് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ നിങ്ങളൊരു സ്ക്രിപ്റ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഈ ക്രാക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ക്രാക്ക് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഒരു വമ്പൻ പണി നിങ്ങൾക്ക് കിട്ടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിമോട്ട് വെബ്സൈറ്റിൽ നിന്ന് ഒരു മാൽവെയറിനെ ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ട്രോജൻ ആയിട്ടുള്ള ഒരു മാൽവെയറിനെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ പി സിയിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ തവണയും നിങ്ങളുടെ പി സി റീബൂട്ട് ചെയ്യുമ്പോഴും ഈ മാൽവെയർ റൺ ആവുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു അപ്ഡേറ്ററും ഒക്കെ ഉണ്ട്. ഈ അപ്ഡേറ്ററൊക്കെ എപ്പോഴും ഇവരുടെ ആ ഒരു നെറ്റ്വർക്കിലോട്ട് കണക്ട് ആവുന്നുണ്ട്. ഇതൊരു ബോട്ട്നെറ്റ് പോലെ വർക്ക് ചെയ്യുന്ന സാധനമാണ്. കാരണം നിങ്ങളുടെ ഡേറ്റ ഇവിടുന്ന് ചിലപ്പം വേറെ ഏതെങ്കിലും സെർവറിലോട്ട് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറ സ്പൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഹാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റയിൽ ഒരു റാംസം വെയർ ഇട്ടിട്ട് നിങ്ങളോട് പൈസ ചോദിക്കാൻ പറ്റും. ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്താണെന്നുള്ള കാര്യം വളരെ എന്താ പറയുക ശ്രദ്ധിച്ച് അതിനെ നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മാൽവെയർ ഞാൻ യാദൃശികമായിട്ട് യൂട്യൂബിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് അകത്ത് കാണാനിടയായി. അപ്പോൾ അങ്ങനെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഒരു മാൽവെയറിന് ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പൈസ കൊടുത്താണ് ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പം ഉറപ്പായിട്ടും അവർക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടായിരിക്കും. അല്ലാതെ ആരും പൈസ കൊടുത്ത് ഒരിക്കലും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യില്ലല്ലോ ഒരു മാൽവെയറിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ 10,000-16,000 പേര് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. സോ അതിൽ അവരുടെ ടാർഗറ്റ് ഓഡിയൻസിൽ ഒരാൾ ഞാനും ആയിപ്പോയി. അപ്പോഴാണ് ഞാൻ ആ ഒരു വീഡിയോ ശ്രദ്ധിക്കുന്നു, അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എക്സാക്ട്ലി അതിനെ വെച്ചിട്ട് ഞാനൊരു അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കംപ്ലീറ്റ്ലി ഒരു മാൽവെയർ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എപ്പോഴും ക്രാക്കിൻ്റെ പുറകെ ഓടുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഈ ക്രാക്കിൻ്റെ എന്താ പറയുക ആശാന്മാരും ഒക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണണം. കാരണം അതിൻ്റെ അകത്ത് എവിടെയാണ് നിങ്ങൾക്ക് ആ പണി കിട്ടുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇവർ ഈ ഡൗൺലോഡ് ചെയ്യുന്നതും അതെന്താ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഞാൻ അയച്ചു തരാം. ആ ലിങ്കിൽ നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു മാൽവെയർ വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു പി സിയിലോട്ട് അത് കൊണ്ടുവരുന്നതെന്നുള്ള കാര്യങ്ങൾ. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇതൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ആ മാൽവെയറിനെ സ്പ്രെഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പുകഴ്ത്താനുള്ളതല്ല. ബട്ട് സ്റ്റിൽ നമ്മളൊന്ന് കരുതിയിരിക്കുക. കാരണം ഒരു പരസ്യം കൊടുത്തൊരു മാൽവെയറൊക്കെ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറകെ എന്തൊക്കെ വലിയ കാര്യങ്ങളുണ്ടായിരിക്കും.